ഇദ്ദേഹം പറഞ്ഞതിൽ വെറുതെ കണക്കുകൾ പറയരുത്. നമ്മൾ 500 കിലോഗ്രാം പെർ ഹെക്ടർ നല്ല തുടങ്ങിയത്. നമുക്ക് എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ഗ്രീൻ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് നിയർലി 1.9 ടൺസ് പെർ ഹെക്ടർ ഉണ്ടായിരുന്നു. അത് 3.1 ടൺസ് പെർ ഹെക്ടർ വന്നു. ഒരു 50-60% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. 1. 2, അതിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ മണ്ണൊക്കെ മോശമായി. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത സാധനമാണ്. ആ റെക്കഗ്നിഷൻ്റെ പുറത്താണ് കഴിഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ തൊട്ട് കാരണം നമ്മളതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രോസസ്സിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരമ്പര്യ കൃഷി രീതിയെക്കുറിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന പാൽ തരുന്ന പശു ഏതാണ്? ഗിറാണ്. അത് ഇവിടുന്ന് പോയത് അങ്ങോട്ട് ഓങ്കോളാണ്, സഹിവാളാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്നറിയാമോ? ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ റിച്ചാരിയ നെൽവിത്തുകൾ, ഞാൻ ഗ്രീൻ റെവല്യൂഷൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, നെഗറ്റീവ്സ് പറയണ്ടേ? ഇദ്ദേഹം കുറച്ച് പറഞ്ഞു, മിനിസ്റ്റർ കുറച്ച് പറഞ്ഞു. ഇപ്പോൾ നെല്ല് മാത്രം എടുത്താൽ, ഞങ്ങൾ നെല്ലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 1000-ഓളം വെറൈറ്റികൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 165 വെറൈറ്റി നമ്മൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ളതാണ്. ഹൈ ഈൽഡിംഗ് ആണ്. സമയം കഴിഞ്ഞുകൊണ്ട് ഒറ്റ മിനിറ്റ് തരാം, 1 മിനിറ്റ് തരുള്ളൂ. അത് കഴിഞ്ഞ് മിനിസ്റ്റർക്ക് പറഞ്ഞ അവസാനം ഒരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു 50-60 വർഷമായിട്ട് നടന്നിട്ടുള്ള നമ്മുടെ ശരീരങ്ങളുടെ പുറത്ത് നടന്ന ഈ അതിക്രമം നമ്മൾ പതുക്കെ മാറ്റിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള മണ്ണിനും കൃഷിക്കും ഭാവിക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ആരോഗ്യകരമായിട്ടുള്ളൊരു ഭാവിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്ന കേരളത്തിനെ വളരെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള സ്കെപ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രം തീരെ അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാരുടെ ഒരു തടസ്സമായി നിൽക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വി ആർ ഓൾറെഡി ഓവർ ഡ്യൂ. 2008-2010 തുടങ്ങിയ പ്രോസസ്സാണ്. 10 വർഷം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇതുപോലെ തടസ്സങ്ങളാണ് ഇതിനെ മാറ്റി നിർത്തുന്നത്. അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എനിക്ക് ഓൺലി ഐഡിയാസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവർ പറഞ്ഞ രണ്ട് കൂട്ടരും പറഞ്ഞ ആശയങ്ങളെല്ലാം തന്നെ വളരെ തറവലി ഡീബങ്കബിൾ ആയിട്ടുള്ള ഐഡിയാസാണ്. ഇതിപ്പോൾ ഇതിന് എല്ലാ ഐഡിയ പറയാൻ 1 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം പറയാമെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഇനി ഈ നെല്ലുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അദ്ദേഹം പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഞാനിത് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയും പെർ ഹെക്ടർ പ്രൊഡക്ഷനും തമ്മിൽ ഞാൻ പറഞ്ഞത് പെർ ഹെക്ടർ പ്രൊഡക്ഷനാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ കെമിക്കലുകൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്നൊക്കെയോ കെമിക്കലുകൾ വരുന്നതിന് മുമ്പേ എന്നൊക്കെ പറയുന്നുണ്ട്. സർ, എൻ്റെ വിനീതമായ അഭിപ്രായം, യു ആർ 10% കെമിക്കൽ. കെമിക്കൽ അല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. കെമിക്കൽ കോമ്പിനേഷൻസ്, യു സ്റ്റാർട്ട് ഫ്രം കെമിക്കൽസ്. എന്താണ് കെമിക്കൽ അല്ലാതെ ഉള്ളത്? ഇനി ക്യാൻസറിൻ്റെ കാര്യം 1 മിനിറ്റ് ഉള്ളത് പറയുന്നത്. ക്യാൻസറും കൊണ്ട് മാറ്റി നിർത്താം. ക്യാൻസറുകൾ കഴിഞ്ഞ 1980-കൾക്ക് ശേഷം RCC, ഞാനും ഈ ഫീൽഡുമായിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. എൻ്റെ അമ്മയ്ക്ക് കുറേ നാൾ നീണ്ട ചികിത്സ നീണ്ടിരുന്നു. ഞാനന്ന് കുറേയധികം പഠിക്കുകയും ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇത് സംബന്ധിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഈ ക്യാൻസർ ഇന്ന് ക്യാൻസർ രോഗികൾ കൂടെ ഇപ്പോൾ ഒരു നഖത്തിലൊരു ക്യാൻസർ വന്നാലും അത് പരിഹരിക്കപ്പെട്ടാലും അയാൾ പിന്നെ ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ രോഗി എന്നാണ് ഒരു ലിസ്റ്റിലാണ് വരുന്നത്. ഇന്ന് ശരാശരി 5 മുതൽ 10 വർഷം, 15 മുതൽ 20 വർഷം പല ക്യാൻസർ കംപ്ലീറ്റ്ലി ക്യൂറബിളാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കൃഷ്ണൻ നായർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് RCCയിലേക്ക് കൊണ്ടുവരുന്ന 100 രോഗികളിൽ 70 പേരെ വെള്ളവസ്ത്രം പുതപ്പിച്ച് പുറത്തിറക്കിയിരുന്നെങ്കിൽ ഇന്ന് 70 പേര് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കൃഷ്ണൻ നായർ പറഞ്ഞിട്ട് 15 കൊല്ലമായി. കൃഷ്ണൻ നായർ RCCയുടെ അദ്ദേഹം മരിച്ചുപോയി. ഈ ക്യാൻസർ രംഗത്തൊക്കെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു 2030 ആകുമ്പോഴത്തേക്ക് നമ്മൾ നിർണായകമായി ക്യാൻസറിനെതിരെ ഉള്ള പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ്. അതുവരെയുള്ള നമുക്ക് എന്തായാലും ഇപ്പോൾ കീമോതെറാപ്പി എല്ലാ രംഗത്തും നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കൺട്രോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടച്ചു തള്ളാൻ പറ്റത്തില്ല. ഈ കീടനാശിനികൾ പറഞ്ഞാൽ കീടനാശിനികളുടെ വക്താവാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, അതിനൊരു റോളുണ്ട്, അതിനൊരു സയൻസ് ഉണ്ട്. കീടനാശിനികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു തലമുറയാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇരിക്കുന്നവരെല്ലാം തന്നെ. ഗിവ് സയൻസ് എ ചാൻസ്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അസംബന്ധങ്ങളും ചാൻസ് കൊടുക്കില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ക്യാൻസറിൻ്റെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ ക്യാൻസർ രോഗികളായിട്ട് വളരെ അടുത്തിടപഴകുന്ന ആൾക്കാരാണ്. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അതിൻ്റെ പേരിൽ തടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് മൾട്ടിനാഷണൽസ് ഉണ്ടാവുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ മരുന്നിന് ചികിത്സ ഉണ്ടെന്നല്ലാതെ ഈ രോഗം ക്യൂർ ചെയ്യുന്നില്ല. പുതിയ ക്യാൻസറുകൾ വരുന്നു, അതിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. ആ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന കമ്പനികൾ തന്നെ അതിന് മരുന്ന് തരുന്നു, അത് നമ്മൾ കഴിക്കുന്നു, നമ്മൾ കാശ് ചിലവാക്കുന്നു, ഗവൺമെൻറ് അതിനുവേണ്ടി ചികിത്സാ സഹായങ്ങൾ തരുന്നു. ഇതല്ലാതെ എവിടെയെങ്കിലും
ക്യാൻസർ എന്ന രോഗം പൂർണ്ണമായിട്ടും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്. ക്യാൻസറിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഇനിയുള്ള കാലത്തേക്ക് എത്ര ഇപ്പോൾ ഒരു 15 കൊല്ലത്തേക്ക് അവന് ക്യാൻസർ വർദ്ധിച്ചു പറഞ്ഞാൽ 15 കൊല്ലം അവൻ ചെലവഴിച്ചിരിക്കുന്ന തുക എത്രയാണ്? 15 കൊല്ലം അവൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കൊടുത്ത പണം എത്രയാണ്? സർക്കാർ കൊടുത്ത പണം എത്രയാണ്? ഇത് നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാൻസർ വരാതിരിക്കാൻ എന്താണ് ക്യാൻസർ വരുന്നതിന് കാരണം എന്താണ്? വളരെ വ്യക്തമായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യാൻസർ വരാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതും ഒരു ഘടകമാണ്. RCCയിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ നമുക്ക് ചേനയും ചേമ്പും ചെറുകിഴങ്ങും നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. കാരണം നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ജീവിതാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമ്മൾ മാറി കൂടുതൽ പിന്നെ ഇതുപോലെയുള്ള പല പിന്നെ കെമിക്കലോ അല്ലെങ്കിൽ രാസ കീടനാശികളൊക്കെ ചേർത്ത വസ്തുക്കൾ കഴിക്കാൻ ഇടയാക്കിയത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ ഫലമായിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യം പോകണമെന്ന് RCC നമ്മളോട് പറയുന്നു. അല്ലെങ്കിൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അതേ സമയത്ത് അവർ പറയുന്നത് എന്നാൽ അവർ പറയുന്ന നാളെ നിങ്ങൾ പോയിട്ട് കീമോതെറാപ്പിക്ക് പോരാൻ നിങ്ങൾ അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ അവർ പറയും. അവർ തന്നെ ചെയ്യുന്നത് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ക്യാൻസർ ഒന്നും മാറാൻ പോകും. ഞാൻ അഡമന്റായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം മനസ്സിലായില്ലേ? ദാറ്റ് there are options. അല്ല ഞാൻ പറഞ്ഞത് ഈ അലോപ്പതി മെഡിസിൻസിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനവും അതിൻ്റെതായിട്ട് ഇപ്പം നമുക്ക് അലോപ്പതി മെഡിസിനൊന്നും ഉപേക്ഷിച്ചുകൊണ്ട് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അതിനെ ചെയ്യാനൊന്നും കഴിയുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു അലോപ്പതി പിന്നെ യഥാർത്ഥത്തിൽ അതിന്റെ മറവിൽ തടിച്ചു കൊഴുക്കുന്നവരെ നിലയ്ക്ക് നിർത്തുന്നത് സർക്കാരാണ്. അതാണ് പ്രശ്നം. ഞാൻ അതിന് ആ ഒരു പോയിന്റ് ഞാൻ ഈ പറയുന്ന ഈ കീടനാശിനി ശാസ്ത്രത്തിന്റെ പ്രശ്നമല്ല, ശാസ്ത്രത്തിലെ അറിവിനെയും ചെയ്തുകൊണ്ട് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ രാസ കീടനാശിനി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രാസവളം എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ എന്നെ ക്ലിയർ ആക്കി ശ്രദ്ധിക്കും. ഞാൻ മിനിസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. എനിക്ക് ഒരു സെക്കൻഡ് തരണം പ്ലീസ്. അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്നത് ഇപ്പം ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു, എന്താണ് ക്യാൻസർ വരാനുള്ള കാരണത്തെക്കുറിച്ച്. ശ്രീകല, ഞാൻ ഇത്ര നാളെ ഒരു പക്ഷേ എൻ്റെ അറിവിൻ്റെ അപര്യാപ്തതയായിരിക്കാം, ഞാൻ അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല. ക്യാൻസറിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് 1-to-1 കോറിലേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തെറ്റ്. നമ്മുടെ ശരീരത്തിൽ തന്നെ 14ഓളം ഓങ്കോജീൻസ് ഉണ്ട്. നമ്മൾ ചുറ്റുമുള്ള കാർസിനോജൻസ്, ആയിരക്കണക്കിന് കാർസിനോജൻസ് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഓരോ ക്യാൻസറിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവവും അതിൻ്റെതായിട്ടുള്ള അല്ല ഞാൻ ജൈവകൃഷിക്കാരുടെ ഒരു പ്രധാന പ്രശ്നം ഒരു വൈകാരികമായിട്ട് ഒബ്ജക്റ്റീവ് ക്യാൻസറിനുള്ള ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഓരോ ക്യാൻസർ ഓരോ രോഗമാണ്, ഓരോ രീതിയിൽ അതിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്, ഗ്രോത്ത് വ്യത്യസ്തമാണ്, ചികിത്സ വ്യത്യസ്തമാണ്. നമ്മളൊരു മൊത്തത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ യഥാർത്ഥ ഇന്നത് ഇപ്പോൾ ഓരോരുത്തർ ജൈവ വിഷ പച്ചക്കറികാരനാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ആൾക്കാർ പൊതുവിദ്യാഭ്യാസത്തെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് സത്യം പറഞ്ഞ കൃഷിമന്ത്രിയോട് കൃഷി ഒഴിച്ച് ഭക്ഷ്യം, ആരോഗ്യം ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടാണ് ഇതുവരെ പോയത്. അവസാനമായിട്ട് എനിക്ക് കൃഷി എന്നുള്ള ഒരൊറ്റ കാര്യം അറിയാനുള്ളത്, വലിയൊരു സ്വപ്നമാണ് പറയുന്നത്. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയുടൻ ആദ്യം നടത്തിയ പ്രഖ്യാപനം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ കാൽപ്പനികമായ പല സ്വപ്നങ്ങളുമാണ്. നടപ്പിലാവുമോ എന്നുള്ളത് ഈ വരാൻ പോകുന്ന 5 വർഷം തെളിയിക്കേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകുന്നതിനെപ്പറ്റി ഒരു ആശങ്കയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റു പല വകുപ്പുകളൊക്കെ ഉണ്ട്. ആ വകുപ്പുകളൊക്കെ ഈ കാര്യത്തിൽ എന്നേക്കാൾ താല്പര്യമാണ്, അല്ലെങ്കിൽ കൃഷിയെ സംബന്ധിച്ച്. കാരണം ജനങ്ങൾ ഇപ്പോൾ തോമസ് ഐസക്കിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയേക്കാൾ കൂടുതൽ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഏതൊരാളും ഇപ്പോൾ സംസാരിക്കുന്നത് കൃഷിയെ പറ്റിയാണ്. അതാണ് കൃഷിയുടെ പ്രത്യേകത. അതിന് കൃഷിക്ക് പ്രാധാന്യം വരാനും കാരണം അതാണ്. നമ്മൾ കൃഷിയെപ്പറ്റി എല്ലാവരും കൃഷിയെപ്പറ്റി സംസാരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം വേണം. പക്ഷേ കൃഷി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും പല കാലങ്ങളിലും അത് LDF മന്ത്രിസഭയായാലും ശരി UDF മന്ത്രിസഭയായാലും ശരി നടപ്പിലാകാറില്ല. ഇന്നലെ അങ്ങനെയായിരുന്നു, നാളെ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പിന്നെ യാഥാർത്ഥ്യങ്ങളാണ് പലതിലും നമ്മൾ മാറി ചിന്തിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജൈവ കൃഷിയെപ്പറ്റി അദ്ദേഹം പറയുമ്പോൾ ഒരു 25 കൊല്ലം മുമ്പ് ജൈവ കൃഷിയെപ്പറ്റി പറഞ്ഞാൽ ആളുകൾ നമ്മളെ തല്ലി ഓടിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്. മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കാൽപ്പനികമായി നമ്മൾ കുറേ സ്വപ്നങ്ങൾ കണ്ടാലാണ് നമുക്ക് കുറേ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാൻ കഴിയുക. നമുക്കൊരു വലിയ സ്വപ്നം ഉണ്ടെങ്കിലാണ് ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. നമ്മൾ ഇപ്പോൾ നാളെ ഞാൻ ആ സ്വപ്നം അച്ചീവ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോകുമ്പോൾ അത് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്തുകൊള്ളുന്നത് നമുക്ക് യാതൊരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് ഇന്നതാണ് എന്ന് നമുക്ക് വ്യക്തതയോടുകൂടി പറയാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, സിൻസിയറായിട്ട് പ്രവർത്തിക്കുക. അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു സങ്കുചിത താല്പര്യമില്ലാതെ നമ്മൾ എല്ലാ ഓപ്ഷൻസും നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നമ്മൾ വളരെ അവധാനതയോടെ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷി വകുപ്പ് ഈ ഗവൺമെൻറ്റുമായി ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രീകല ആശങ്കപ്പെട്ട പോലെ കൃഷി വകുപ്പ് കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ മറ്റു വകുപ്പുകളും മറ്റു മേഖലകളും എതിരായിട്ട് മാറുമോ എന്നല്ല ചിന്തിക്കുന്നത്. കൃഷി വകുപ്പിനോട് എല്ലാവരും സഹകരിക്കുന്നതാണ്. കാരണം ആർക്കും കൃഷിക്കാരനാവാം. തീർച്ചയായും വളരെ നന്ദി. ഒപ്പം എല്ലാവിധ ആശംസകളും. കൃഷിമന്ത്രിയും കാർഷിക മേഖലയും കാണുന്ന സ്വപ്നങ്ങൾ അടുത്ത 5 വർഷം കേരളത്തിൻ്റെ യാഥാർത്ഥ്യമാകട്ടെ എന്നകമ്പുറം ആശംസിക്കുന്നു. ഒപ്പം വളരെ നന്ദി ശ്രീ ആർ ശ്രീധരൻ, ശ്രീ സി രവീന്ദ്രൻ. മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ നഷ്ടം സഹിക്കുന്നവനാണ് കർഷകൻ. ഏറ്റവും വിലയേറിയ ചരക്ക് ഭൂമിയായ ഒരു നാട്ടിൽ ഫ്ളാറ്റിന് പകരം നെല്ല് കൃഷി ചെയ്യാൻ കർഷകന് നഷ്ടപരിഹാരം നൽകിയേ പറ്റൂ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.